ആഗോള ചരക്ക് നീക്കത്തെ പ്രതിസന്ധിയിലാക്കി ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ച ഇറാൻ വിലക്ക് ലംഘിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകൾ കത്തിക്കുമെന്ന് IRGC ഭീഷണി മുഴക്കി. മേഖലയിൽ നിന്നും എണ്ണ കൊണ്ടുപോകാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ലിജോ വർഗീസാണ് ചേരുന്നത്. ലിജോ, ഇതിപ്പോൾ ഒരു ആഗോള എണ്ണ നീക്കത്തിൻ്റെ വലിയൊരു ശതമാനം ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അവിടെ പ്രതിസന്ധി ഉണ്ടായാൽ ലോകത്തിൻ്റെ ക്രമം തന്നെയും ബുദ്ധിമുട്ടിലാക്കപ്പെടും. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ടുകൾ അത് ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട്? സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി, അതായത് ഇറാനിലേക്ക് ആദ്യം ഇസ്രായേലിന്റെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നു. അതിന്റെ പ്രത്യാക്രമണം ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങളിലേക്കാണ്. ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാക്കും എന്നുറപ്പാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് കൂടി അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുന്നത്. ഇതോടുകൂടി വലിയ തോതിൽ ഏതാണ്ട് ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിലേക്കുള്ള എണ്ണ നീക്കത്തിൽ, അസംസ്കൃത എണ്ണയുടെ നീക്കത്തിൽ 20% കുറവ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈനയും ഇന്ത്യയും ജപ്പാനും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണയുടെ സപ്ലൈ വലിയ തോതിൽ കുറവ് വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 50% എണ്ണയും വരേണ്ടത് ഈ കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് എണ്ണ, അതോടൊപ്പം തന്നെ പാചകവാതകം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള, പ്രകൃതിവാതകം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഒരു യുദ്ധം മറ്റൊരു രാജ്യത്തുണ്ടാകുമ്പോൾ ലോകത്താകമാനം ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് ഒന്നാമത്തെ തെളിവാണ്. മറ്റൊന്ന്, ഈ സൗദി അറേബ്യ അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം പൂർണ്ണമായും അവിടെ എണ്ണ ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അത് ആ രാജ്യങ്ങളിലെ സാമ്പത്തിക അവസ്ഥയെ കൂടി വലിയ തരത്തിൽ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് എണ്ണ വിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചും ഇത് വലിയ പ്രതിസന്ധിയാണ്. അത് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ ഏഷ്യയിലുള്ള ചൈനയും ഇന്ത്യയും അടക്കമുള്ള, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളെയുമാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്നത്. സ്വാഭാവികമായും എണ്ണവില ഉയരുന്നത് എല്ലാ തരത്തിലും ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എണ്ണ വരവ് നിന്നാൽ സ്വാഭാവികമായും അത് ഗതാഗതത്തെ, ചരക്ക് നീക്കത്തെ അടക്കമുള്ള ഗതാഗതത്തെ വലിയ തോതിൽ ബാധിക്കും. സ്വാഭാവികമായും പച്ചക്കറികളും മറ്റ് അവശ്യ വസ്തുക്കൾക്കുമുള്ള വില കയറ്റമുണ്ടാകും. അങ്ങനെ അത് നമ്മളടക്കമുള്ള, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഒരു വശത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 83% വരുന്ന ഏഷ്യൻ വിപണിയിലാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എണ്ണയിന്മേലുള്ള അമേരിക്കയുടെ കണ്ണുകൂടി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെനിൻസുലയിൽ ഇപ്പോഴുണ്ടായ ഒരു ഭരണ അട്ടിമറിയിലൂടെ അവിടുത്തെ എണ്ണയിലെ കാര്യത്തിൽ ഉള്ള വരുതിയിലാക്കാനുള്ള ശ്രമം അമേരിക്ക നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇറാനിൽ കൂടെ അതുണ്ടായി കഴിഞ്ഞാൽ ഏതാണ്ട് ലോകത്താകമാനം ഏതാണ്ട് 34% വരുന്ന എണ്ണയുടെ പങ്ക് അമേരിക്കയുടെ കയ്യിലേക്ക് വരികയും അത് ലോക സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ തരത്തിലേക്ക് അതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റ്, പ്രതീക്ഷിക്കുന്ന. അയാൾ സ്വാഭാവികമായ ഒരു കച്ചവടക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിന്റെ കൂടി ഭാഗമായിരുന്നു ഇറാന് നേരെയുള്ള ആക്രമണം. പക്ഷേ അത് അമേരിക്കയോ ഇസ്രായേലോ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്ക് മാറുകയും അമേരിക്കക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സൈനിക സഹായം അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന, സൈനിക താവളങ്ങൾ ഒരുക്കാൻ സഹായം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് അറേബ്യൻ രാജ്യങ്ങളെ കൂടി ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി ഇത് മറ്റൊരു തരത്തിലേക്ക്, യുദ്ധം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക്, വേറൊരു തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി ലിജോ വിവരങ്ങൾക്ക്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. അവിടെ അങ്ങനെ അടച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ ഹോർമുസ് കടലിടുക്ക് അടക്കുന്നത് കൊണ്ട് ഇവിടെ നെട്ടൂർ മാർക്കറ്റിലും പാളയം മാർക്കറ്റിലും അടക്കമുള്ള പച്ചക്കറി വില കൂടെ കൂടുന്ന അത്തരത്തിൽ ഒരു തുടർ ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാവുകയും അത് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ, ഡെയിലി ലൈഫിനെ ബാധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും.